ഹായ് ഓൾ, നാളെ നമ്മുടെ ജിമ്മിലെ ഓണം സെലിബ്രേഷനാണ് കേട്ടോ. ഇത് കുറേ മുന്നിടേണ്ട വീഡിയോ ആണ്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉള്ള കാരണം തന്നെ അതുകൊണ്ട് എനിക്കൊന്നും തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ തലേദിവസം കയ്യിൽ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ആയിട്ട് മെഹന്തിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഓണം ഔട്ട്ഫിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് മോർണിംഗിന് തന്നെ ജിമ്മിലെത്തിച്ചേർന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഓണം ഔട്ട്ഫിറ്റ്. ഞങ്ങൾ 3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മാച്ച് ചെയ്ത് ഒരേപോലെ അടുപ്പിച്ചതാട്ടോ. അത് സഫിയാത്ത എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ്ടോ നമ്മുടെ ജിമ്മിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ ജിമ്മ്. ജിമ്മിൻ്റെ സ്പോട്ട് വരുന്നത് വെളിയങ്കോടാണ്, BM ഫിറ്റ്നസ് സെൻറ്റർ. ഞങ്ങളുടെ ലേഡീസ് ബാച്ചിൻ്റെ ആയിരുന്നു ഓണം സെലിബ്രേഷൻ. എല്ലാവരും ഉണ്ടായിരുന്നു ഓണം സെലിബ്രേഷന്. ഇത് ഞങ്ങളുടെ ലേഡീസ് ബാച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാവരും പൂക്കളൊക്കെ ഇടുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. പിന്നെ ഇതേ ഞങ്ങളുടെ ട്രെയിനർ, ഞങ്ങളുടെ റഹീന, ഇതാണ് ഞങ്ങളുടെ ട്രെയിനർ. അപ്പോൾ എല്ലാവരും നല്ല രസമായിരുന്നു കേട്ടോ. സാരി ഞാൻ ഉടുത്തില്ല, കാരണം എനിക്ക് ഓണത്തിൻ്റെ ഷൂട്ടിന് തന്നെ സാരിയൊക്കെ ഉണ്ടായിരുന്ന കാരണം ഇപ്രാവശ്യം ഞാൻ ചുരിദാർ ആക്കാൻ വെച്ചു. പിന്നെ ഈസി ടു വെയർ ആണല്ലോ ചുരിദാർ. സാരി സത്യത്തിൽ എനിക്ക് ഉടുക്കാറില്ല, അതുകൊണ്ട് ഞാൻ ഉടുത്തില്ല. പിന്നെ ഞാനത് ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുരിദാർ അങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ തടിയൊക്കെ കുറച്ച് ഒന്നും കൂടെ സ്ലിമ്മാക്കി. എല്ലാവരും ജിമ്മിനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കറക്റ്റ് ആരും ആ ഒരു റൂട്ടീനിൽ പോയിട്ടൊന്നുമില്ല. എന്തായാലും പ്രോഗ്രാം ഞങ്ങൾ അടിച്ച് പൊളിച്ച് നല്ല സെറ്റാക്കി. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് ആ ഒരു പ്രത്യേക ഭംഗിയല്ലേ കണ്ടോ. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞാനൊരു ചെറിയ പാട്ടുകാരി ആയ കാരണം അവരെന്നെ വെറുതെ വിടാൻ സമ്മതിച്ചില്ല. ഗൈസ് എന്നെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിച്ചു. ഒന്നല്ല, ഒരു 3-4 പാട്ട്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ കസേരക്കളിക്കുള്ള ചെയറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കസേരക്കളി. അപ്പോൾ ഇതാണ് ഫുഡ്. നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ സദ്യയായിരുന്നു. വാഴയിലയിലൊക്കെ കണ്ടില്ലേ, എല്ലാ ഐറ്റം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ആ ഒരു പുറപ്പാടിലാണ്. ഞാൻ ഗൈസ് അങ്ങനെ ഇതേത് ഞങ്ങളുടെ ഒരു ജിമ്മേറ്റാണ് സൈറാത്ത. അങ്ങനെ അവരൊക്കെ ഓരോ സെൽഫി എടുത്ത്. പിന്നെ ഞങ്ങളുടെ ജിം ഓണത്തിൻ്റെ അന്ന് തന്നെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ബിൻസിയുടെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അവൾ എന്താ പറയുക ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. അങ്ങനെ ഒരു അടിപൊളി ഡേ കൂടെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം കഴിച്ചു. മൊത്തത്തിൽ ഇന്നത്തെ ജിമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മധുരം അങ്ങോട്ട് തട്ടിപ്പൊളിച്ചു. എന്നാലല്ലേ ഇനി നമുക്ക് പിന്നെയും വന്നിട്ട് കുറയ്ക്കാൻ അതിന് മാത്രം ഫാറ്റ് വേണമല്ലോ. സോ ഞങ്ങൾ അടിപൊളിയായിട്ട് ഈ ഒരു ബർത്ത്ഡേ കൂടി, ബിൻസിയുടെ ബർത്ത്ഡേ ഞങ്ങൾ പൊളിച്ചടക്കി കൊടുത്തു. ഇനി നെക്സ്റ്റ് എൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് സമയത്തിനെ കൊണ്ട് കുറച്ച് റീൽസൊക്കെ എടുപ്പിച്ചു. ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ട്, പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമായിട്ടുള്ള ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്സ്. ഞാൻ, അഫ്ര, സഫിയാത്ത, ഞങ്ങൾ 3 ആളുടെയാണ്. പിന്നെ സുന്ദരിക്ക് പൊട്ടുത്തലൊക്കെ ഉണ്ടായിരുന്നു. അതിലെന്താ പറയുക,
പങ്കെടുക്കാനുള്ള ടൈം എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം എന്നുണ്ടായിരുന്നു. സോ ഞാൻ വേഗം പെട്ടെന്ന് തന്നെ പോന്നു. അപ്പം ഈ ഒരു ഞങ്ങളുടെ ജിം ഓണം വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. എങ്ങനെ ഇവരൊക്കെ 3 ക്ലാസ് കുടിച്ചേക്കണം.